സ്കില്ല് ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നായിരുന്നു ഞാൻ 2 കൊല്ലം മുമ്പ് വരെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു സ്കില്ലല്ല, കൺസിസ്റ്റൻസിയാണ് അതിലും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ തന്നെത്താനെ നമ്മളെ വർക്കൗട്ട് ഷെഡ്യൂളും നമ്മളെ പോസ്ചറും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേക്കും, മസിൽസ് ഗെയിൻ ചെയ്യും. സെയിം തിങ് വിത്ത് കണ്ടന്റ്. നമ്മൾ കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കണ്ടന്റ് ചെയ്യുമ്പോഴും നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി എന്തെങ്കിലും ഒരു നല്ല സംഭവം കൂട്ടിയിരിക്കും, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്തിരിക്കും. സോ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അല്ലാണ്ട് സ്കിൽസ് ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വരില്ല, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ സ്കിൽസ് ഇംപ്രൂവ് ആവും. സോ ദ നെക്സ്റ്റ് ടൈം യു ഡു സംതിങ്, തിങ്ക് അബൌട്ട് ദിസ്. കാരണം ഞാൻ തുടങ്ങിയത് ലിങ്ക്ഡിനിൽ എഴുതാനാണ്. പക്ഷെ അതേ ഞാൻ ഇപ്പോൾ ലിങ്ക്ഡിനിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഈവൻ ടിക്ടോക്ക് ഫോർ ദാറ്റ് കേസ് ഞാൻ ലൈവാണ്. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ വൺ സിംഗിൾ ഡേ. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമിലെത്തി. ഇപ്പം ഈവൻ ഫേസ്ബുക്കിൽ വരെ നമ്മളെ കണ്ടന്റ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ കൺസിസ്റ്റൻസിയാണ് മക്കളെ ഏറ്റവും വലിയ സ്കിൽ.